2026 ജൂൺ 1 സിറാജ് എഡിറ്റോറിയൽ ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അച്ചടക്കവും. രാജ്യത്തെ സ്ത്രീകൾ ഡിജിറ്റൽ സാക്ഷരതയിൽ വലിയ മുന്നേറ്റം നടത്തിയതായാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പിൻ്റെ പുതിയ കുടുംബ ആരോഗ്യ സർവേ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. 2019-2021 വർഷത്തിൽ 33.3% സ്ത്രീകളുടെ ഇൻ്റർനെറ്റ് ഡിജിറ്റൽ സാക്ഷരത 2023-24 വർഷത്തിൽ 64% വളർന്നിരിക്കുകയാണ്. ഒരു കാലത്ത് സ്ത്രീകളുടെ ലോകം വീടും ജോലിസ്ഥലവും സമീപ സമൂഹവും മാത്രമായിരുന്നു. പുറം ലോക വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ പരിമിതവുമായിരുന്നു. സ്മാർട്ട് ഫോണിൻ്റെ വരവോടെ ലോകം മുഴുവൻ അവരുടെ കൈപ്പിടിയിലൊതുങ്ങി. വ്യാപാരം, വിദ്യാഭ്യാസം, ബാങ്കിംഗ്, ആരോഗ്യ വിവരങ്ങൾ എല്ലാം സ്വന്തം വിരൽത്തുമ്പിലായി. ഗ്രാമീണ സ്ത്രീകൾ പോലും ഓൺലൈൻ ഇടപാടുകൾ നടത്തുകയും സാമൂഹിക ഇടപെടലുകളിൽ സജീവമാകുകയും ചെയ്യുന്നു. ഗ്രാമീണ സമൂഹത്തെ സാക്ഷരരാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാനമന്ത്രി ഗ്രാമീണ ഡിജിറ്റൽ സാക്ഷരതാ അഭിയാനും കേരളത്തിലെ കുടുംബശ്രീ പോലുള്ള താഴെത്തട്ടിലെ പദ്ധതികളുമാണ് സ്ത്രീകളുടെ ഡിജിറ്റൽ സാക്ഷരതയുടെ വേഗം വർദ്ധിപ്പിച്ചത്. മഹാമാരി കാലത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം ഓൺലൈനിലേക്ക് മാറിയതും സ്ത്രീ സമൂഹത്തിന് ഡിജിറ്റൽ അറിവ് അനിവാര്യമാക്കി തീർത്തു. ടെലിമെഡിസിൻ സംവിധാനങ്ങളിലൂടെ ആരോഗ്യ വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്നതും ഡിജിറ്റൽ സാക്ഷരതയുടെ തോത് വർദ്ധിപ്പിക്കാൻ സഹായകമായി. ആശാവഹമായ ഈ മുന്നേറ്റത്തോടൊപ്പം ആശങ്കാജനകമായ മറ്റൊരു വസ്തുത കാണാതെ പോകരുത്. സ്മാർട്ട് ഫോണുകൾ സ്ത്രീകളിൽ സൃഷ്ടിച്ച ഡിജിറ്റൽ അഡിക്ഷൻ കുടുംബ ബന്ധങ്ങളിലും ആരോഗ്യരംഗത്തും വൻതോതിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് ഫോണുകൾ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ ഊഷ്മളത നഷ്ടമാക്കുന്നുവെന്ന പരാതി വ്യാപകമാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവന്നതോടെ സ്ത്രീകൾക്ക് പുറം ലോകവുമായുള്ള ആശയവിനിമയം എളുപ്പമായി. അതവരുടെ വ്യക്തിബന്ധങ്ങൾ വികസിപ്പിക്കുകയും ജീവിത പങ്കാളിയേക്കാൾ കൂടുതൽ സമയം ഫോണിലും സോഷ്യൽ മീഡിയയിലും ചെലവഴിക്കുന്ന സ്ഥിതിവിശേഷം കൈവരികയും ചെയ്തു. പങ്കാളിയുടെ ഫോൺ ഉപയോഗവും രഹസ്യമായി സൂക്ഷിക്കുന്ന പാസ്വേഡുകളും പലപ്പോഴും സംശയങ്ങൾക്കും ദാമ്പത്യ തകർച്ചയ്ക്കും വഴിയൊരുക്കുന്നു. എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഡേറ്റിംഗ് ആപ്പുകൾ വഴി പങ്കാളിയറിയാതെ പുതിയ ബന്ധങ്ങൾ വളരുകയും അത് പിന്നീട് വിവാഹമോചനത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. കുടുംബ കോടതികളിലെ പല വിവാഹമോചന ഹർജികളിലും സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ ആശയവിനിമയവുമാണ് ബന്ധശൈഥില്യത്തിനുള്ള ഒരു ഘടകമായി പരാമർശിക്കപ്പെടുന്നത്. മാതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ശിശു പരിപാലനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നതാണ് മറ്റൊരു പ്രശ്നം. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയിൽ മാതാക്കളുടെ പരിചരണവും സാന്നിധ്യവും വളരെ പ്രധാനമാണ്. സമയത്തിൽ നല്ലൊരു പങ്കും സോഷ്യൽ മീഡിയ റീലുകളിലും സന്ദേശങ്ങളിലും മുഴുകുന്നതിനാൽ കുട്ടികളുടെ പരിചരണത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ക്രമേണ ഈ ഫോൺ അഡിക്ഷൻ കുട്ടികളിലേക്ക് പകരുകയും ചെയ്യും. അമ്മമാരുടെ നിയന്ത്രണമില്ലാത്ത ഫോൺ ഉപയോഗം കുട്ടികൾ നേരിട്ട് കണ്ടുപഠിക്കുന്ന ഒരു റോൾ മോഡൽ പ്രശ്നമായി മാറുകയാണ്. അതേസമയം ഡിജിറ്റൽ ലോകം സ്ത്രീകൾക്ക് നൽകുന്ന ഗുണഫലങ്ങൾ കാണാതെ പോകാനോ സാങ്കേതിക വളർച്ചയുടെ കാലത്ത് ഡിജിറ്റൽ മേഖലയോട് സ്ത്രീകൾക്ക് പുറംതിരിഞ്ഞു നിൽക്കാനോ സാധ്യമല്ല. സ്ത്രീകളിൽ ഡിജിറ്റൽ സാക്ഷരത അനിവാര്യമാണ്. സാങ്കേതികവിദ്യ നൽകുന്ന സൗകര്യങ്ങൾ സ്വീകരിക്കുകയും അതേസമയം കുടുംബത്തെ നെഞ്ചോട് ചേർത്തു പിടിക്കുകയും ചെയ്യുന്ന മധ്യവർത്തി പാതയാണ് നമുക്കാവശ്യം. വിവേകപൂർണമായ ഡിജിറ്റൽ ഉപയോഗത്തിലൂടെയും പരസ്പരമുള്ള വൈകാരിക ബന്ധങ്ങൾ നിലനിർത്തിയും മാത്രമേ കെട്ടുറപ്പുള്ള ഒരു കുടുംബ വ്യവസ്ഥിതി സാധ്യമാകുകയുള്ളൂ. ശക്തമായ ഡിജിറ്റൽ അച്ചടക്കം, ഡിജിറ്റൽ സംസ്കാരം ജീവിതത്തിൽ കൊണ്ടുവരികയാണ് ഇതിനുള്ള മാർഗം. വീടുകളിൽ ഭക്ഷണ സമയത്തും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പും വൈകുന്നേരം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴും ഫോണുകൾ പൂർണ്ണമായും ചുരുങ്ങിയത് സാമൂഹിക മാധ്യമങ്ങളുമായുള്ള ബന്ധമെങ്കിലും മാറ്റി വെക്കണം.
ഈ സമയം കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കാനും സ്നേഹം പങ്കുവെക്കാനുമായിരിക്കണം ഉപയോഗപ്പെടുത്തേണ്ടത്. മാതാപിതാക്കൾ കുട്ടികളുടെ മുൻപിൽ തങ്ങളുടെ ഫോൺ ഉപയോഗ സമയം പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. കുട്ടികൾ കരയുമ്പോഴോ ശാഠ്യം പിടിക്കുമ്പോഴോ ഫോൺ നൽകുന്നതിനു പകരം അവരുമായി ഇൻഡോർ ഗെയിമുകളിൽ ഏർപ്പെട്ടോ കഥകൾ പറഞ്ഞുകൊടുത്തോ ഫോണിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റണം. കുട്ടികളെ വെളിയിൽ കൊണ്ടുപോയി കളിപ്പിക്കാവുന്നതാണ്. അതുവഴി കുട്ടികളുടെ ഫോൺ ഉപയോഗം ഗണ്യമായി നിയന്ത്രിക്കാനാകുമെന്ന് മാത്രമല്ല, കുട്ടികളിലെ സർഗാത്മകതയും സാമൂഹിക ഇടപെടലും വർദ്ധിക്കുകയും ചെയ്യും. ലോകാരോഗ്യ സംഘടന കുട്ടികളുടെ സ്ക്രീൻ ടൈമും ശാരീരിക പ്രവർത്തനങ്ങളും സംബന്ധിച്ച് പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നതാണ് ഈ കാര്യങ്ങൾ.